Welcome to AutoCAD online training. And my name is Seena. I am BIMLABS technical engineer at BIMLABS Autodesk authorized learning partner. Now we will study the plot and the option. Plot page setup manager. AutoCAD plot എല്ലാം നടക്കുന്നത് ചെയ്യുന്നത് തന്നെ നമ്മൾ ലേഔട്ടിലൊക്കെ നിന്നിട്ടാണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ലേഔട്ടിൽ നിന്ന് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ഞാൻ ലേഔട്ട് എടുക്കുന്നു. അതിനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേജ് സെറ്റപ്പ് മാനേജറിലേക്ക് വരിക. ഇവിടെ നിന്ന് നമ്മുടെ ലേഔട്ടിനെ മോഡിഫൈ ചെയ്യുക. പ്രിന്റർ ഓർ പ്ലോട്ടർ നെയിം, നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് എന്റെ ഡ്രോയിങ്ങിനെ PDF ആക്കണം. അതിനുവേണ്ടി അത് ലേഔട്ടിൽ നിന്ന് PDF ആക്കുന്നത് കൊണ്ടാണ് DWGT PDF.pc3 എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ഡയറക്റ്റ് മോഡൽ സ്പേസിൽ നിന്നാണ് PDF എടുക്കുന്നതെങ്കിൽ ഇവിടെ AutoCAD PDF ജനറൽ ഡോക്യുമെന്റേഷൻ PC3 ഉണ്ട്, ഹൈ ക്വാളിറ്റി പ്രിന്റ് ഉണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ലേഔട്ടിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. DWGT PDF.pc3 എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഇനി അടുത്ത് ഇതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന പേപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. അതിനുവേണ്ടി ഞാൻ ISO ഫുൾ ബ്ലീഡ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് ഫുൾ പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ ബ്ലീഡ് എടുക്കുന്നത്. ഈ ഡോട്ടഡ് ലൈൻ ഒക്കെ അവോയ്ഡ് ചെയ്യാം, ഫുൾ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. സോ ISO ഫുൾ ബ്ലീഡ് A4 297x210 എന്നൊരു പേപ്പർ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് വാട്ട് ടു പ്ലോട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ലേഔട്ട് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. വിൻഡോ സെലക്ഷൻ, ഡിസ്പ്ലേ എക്സ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ആവശ്യം ലേഔട്ട് തന്നെയാണ്. സോ ലേഔട്ട് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോ സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ ലേഔട്ട് തന്നെയാണ് എടുക്കുന്നത്. ദെൻ ഇവിടെ സ്കെയിൽ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ള സ്കെയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ ഇവിടെ പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ പെൻ അസൈൻമെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രിന്റ് എടുക്കുമ്പോൾ നമ്മൾ പല ലെയറിലൊക്കെ ആയിരിക്കും ഡ്രോയിങ് ചെയ്തിട്ടുണ്ടാവുക. ആ കളറിലെല്ലാം തന്നെ പ്രിന്റ് വരണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് യെല്ലോ കളറിലായിട്ടുള്ള ഒരു ലെയറിൽ നമ്മൾ ഡ്രോയിങ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ബ്ലാക്കിൽ അത് ശരിക്കും നമുക്ക് നല്ല പോലെ വിസിബിൾ ആവും. പക്ഷെ ആ യെല്ലോ കളർ ഷെയ്ഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻസി, ഭയങ്കര ഹൈ ലെവലായിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമുക്ക് ലേഔട്ടിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കളറിലേക്കൊക്കെ ഈ യെല്ലോ കളറൊക്കെ മാറ്റി കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യാന്ന് നമ്മളിപ്പോ പഠിക്കും. ഞാനിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ monochrome.ctb എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കേണ്ട ഒരു ഓപ്ഷൻ. monochrome.ctb എന്നൊരു ഓപ്ഷൻ എടുക്കുന്നു. ഇനി ഇവിടെ നിന്ന് പ്ലോട്ട് ഓപ്ഷൻസിനകത്ത് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ടിന്റെ ലൈൻ വെയിറ്റ്, ഇപ്പൊ നമ്മുടെ ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ ഇവിടെ നിന്ന് ഞാനത് ഓഫ് ചെയ്ത് വച്ചാൽ നമുക്ക് പ്രിന്റ് എടുക്കുമ്പോൾ ലൈൻ വെയിറ്റ് വേണമെങ്കിൽ ഈ പ്ലോട്ട് ഒബ്ജക്ട് ലൈൻ വെയിറ്റ് ഓൺ ചെയ്തിട്ടാ കിട്ടും. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലൈൻ വെയിറ്റ് കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് അത് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം, ഓഫ് ചെയ്ത് വെക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ പോർട്രേറ്റിൽ വേണോ ലാൻഡ്സ്കേപ്പിൽ വേണോ എന്ന് ഇവിടെ ചൂസ് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം, ക്ലോസ് ചെയ്യാം. നമ്മുടെ പേജ് ഓക്കെ ആയിട്ടുണ്ട്. ദെൻ ഇനി അടുത്ത് നമ്മുടെ കളർ എങ്ങനെ, ഇതിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരിക. ഇപ്പൊ ഞാനൊരു ഡ്രോയിങ് വരച്ചിട്ട് ഇതിന്റെ ഞാൻ പ്രിന്റ് എടുക്കാൻ പോവാണ്. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ലേഔട്ടിൽ വന്നിട്ട് ഒരു റെക്ടാങ്കുലർ വ്യൂ പോർട്ട് ആഡ് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഒന്ന് സൂം ഔട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഗ്രിഡ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആവും കേട്ടോ. ഈ ലേഔട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പ്ലോട്ട് ഉണ്ട്, അല്ലെങ്കിൽ Ctrl+P കൊടുക്കാം. പ്ലോട്ട് എടുക്കുന്നു. നേരത്തെ പേജ് സെറ്റപ്പ് മാനേജ്മെന്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ടു പ്ലോട്ട് എ സിംഗിൾ ഷീറ്റ് അത് തന്നെ കൊടുക്കാം. DWGT PDF.pc3 നമ്മൾ നേരത്തെ പേജ് സെറ്റപ്പ് മാനേജറിൽ കണ്ടതുപോലെ സെയിം ആ ഒരു ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്. പക്ഷെ പ്ലോട്ടിന്റെ സെറ്റിംഗ്സ് ആയിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാനിവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നമുക്കൊരു പ്രിവ്യൂ തന്നെ നോക്കാം. പ്രിവ്യൂ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ മോണോക്രോം എടുത്തത് കൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരുന്നത്. ഇത് ഓട്ടോഡെസ്കിന്റെ സ്റ്റുഡന്റ് വെർഷനിൽ ചെയ്തത് കൊണ്ടായിരിക്കും പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓട്ടോഡെസ്ക് സ്റ്റുഡന്റ് വെർഷൻ എന്നൊരു ടൈറ്റിൽ കൂടി, ഒരു ടാഗ് കൂടി ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ലൈസൻസ്ഡ് വെർഷൻ ആണെങ്കിൽ ഇത് ഉണ്ടാവത്തില്ല. ഓക്കെ, എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കളർ കൊടുത്തു നോക്കാം. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ട് ഇവിടുന്ന് കളർ കൊടുക്കാം. ലെയറിന്റെ കളറിലാണ് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുകയാണ്. ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ട്, ലേഔട്ടിലേക്ക് വരുമ്പോൾ അത്ര വിസിബിൾ അല്ല. നമ്മൾ ഇവിടുന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ടു പ്ലോട്ട് എ സിംഗിൾ ഷീറ്റ് തന്നെ കൊടുക്കാം. ഇവിടെ ഞാൻ മോണോക്രോം മാറ്റി നൺ കൊടുത്തിട്ട് പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ യെല്ലോ ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് വിസിബിലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ വെച്ചിട്ട് പുതിയൊരു ഈ ഒരു CTB എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കൂടി നമുക്കിപ്പോ നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ബൈലെയർ ഒക്കെ ഇട്ടിട്ട് 3
റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ 3 ഹാച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാച്ച് അല്ല, സോളിഡ് ഫില്ലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, 3 കളറിലുള്ള ഹാച്ച് സോളിഡ് ഫിൽ എടുക്കുന്നു. ഹാച്ച് എടുത്ത് സോളിഡ് ഫിൽ എടുത്തിട്ട് ഫസ്റ്റ് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ഇതിനകത്ത് ഞാനൊരു കളർ കൊടുക്കുകയാണ്. കളർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കളർ കൊടുക്കാം. ബൈ ലെയർ മാറ്റിയിട്ട് ഞാനിപ്പം മോർ കളേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് കളർ വന്നു. അതിനകത്ത് 11 എന്നൊരു കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്തു. അഗെയിൻ പിന്നെയും ഞാൻ ഹാച്ച് എടുത്തു, പ്ലേസ് ചെയ്തു. ഇവിടെ കളർ ഞാനൊരു മോർ കളേഴ്സിനകത്ത് വരുമ്പോൾ ഇവിടെ ഞാൻ 12 അല്ലെങ്കിൽ 21 എന്നൊരു കളർ കൊടുക്കുകയാണ്. 11, 21 കൊടുത്തു. അതിനകത്ത് ക്ലോസ് ചെയ്തു. മൂന്നാമത് ഒരു ഹാച്ച് കൂടെ എടുക്കുകയാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തു. 11 ഉണ്ട്, 21 ഉണ്ട്, 71 ഉണ്ട്. ഇനി ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ടോ, നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലോട്ട് ചെയ്യാം. പ്രിവ്യൂ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ കളറിൽ തന്നെ കണ്ടോ, ഇപ്പൊ മോണോക്രോം കിടന്നുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് മാറ്റിയിട്ട് നൺ കൊടുത്തിട്ട് പ്രിവ്യൂ നോക്കാം. കണ്ടോ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഈ 11ന്റെ കളർ നിൽക്കുന്നിടത്ത് 71ഉം ഇത് 11ഉം ഇത് 21 ആണോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, പുതിയൊരു പ്ലോട്ടിനകത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പേജ് സെറ്റപ്പ് മാനേജറിനകത്തേക്ക് വന്നിട്ട് മോഡിഫൈ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വരികയാണ്. നമ്മുടെ ഏതാണ് നണ്ണല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ മോണോക്രോമിനെ തന്നെ സേവാസ് ചെയ്തെടുത്താലും മതി. സേവാസ് ചെയ്തിട്ട് പുതിയൊരു CTB സെറ്റ് ചെയ്യാണ്. മോണോക്രോം 1 എന്നും പറഞ്ഞിട്ട് ഒരു CTB ഞാൻ ഈ സെയിം ലൊക്കേഷനിൽ സേവ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതാണ് നമ്മുടെ കളർ. അപ്പം എനിക്ക് ഫസ്റ്റ് വേണ്ടത് 11 ആണ്. 11 എന്ന കളർ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു. എനിക്ക് 11 എന്ന കളർ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കാണിക്കുമ്പോൾ അത് 21 എന്ന കളറിലേക്ക് മാറണം. ഇൻഡെക്സ് കളറിൽ വന്നിട്ട് ഞാൻ ഇവിടെ 21 എന്ന കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് 21 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് 21 എന്ന കളർ എന്തായിട്ട് മാറണം, 71 ആയിട്ട് മാറണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റുവാണ് കേട്ടോ. 71 ഇങ്ങനെ കളറിന്റെ നമ്പർ കൊടുക്കാം, ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. അടുത്ത് 71 എന്ന കളർ എന്തായിട്ട് മാറണം, 11 ആയിട്ട് മാറണം. 71 എടുക്കുന്നു, അത് എന്തായിട്ട് മാറ്റി കൊടുക്കുക, 11 ആയിട്ട് മാറ്റി കൊടുക്കാം. ഇൻഡെക്സ് നമ്പറിൽ വന്നിട്ട് 11 ഓക്കെ കൊടുക്കുക. പുതിയ കളർ നമ്മൾ സെറ്റ് ചെയ്തു. സേവ് ആസ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് CTB 1 സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, എല്ലാം ചേഞ്ച് ആയത് കണ്ടോ, ചെറിയൊരു കളറിനൊരു ചേഞ്ച് വന്നിട്ടുണ്ടോ, ബ്ലൂ വന്നത്. ഓക്കെ, കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് കണ്ടോ. നമുക്ക് മോഡൽ സ്പേസ് നമ്മൾ ഒരു കളർ കൊടുത്താലും പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് CTB മാറ്റിയിട്ട് കളർ ഇവിടെ കൊടുക്കാൻ പറ്റും. ദെൻ ഞാൻ ഇതിനെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുമ്പോഴേക്കും പേജ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. കണ്ടിന്യൂ പ്ലോട്ട് സിംഗിൾ പ്ലോട്ട്. ദെൻ മോണോക്രോം 1 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോഴേക്കും അതൊരു PDF ആയിട്ട് മാറിയിട്ടുണ്ടാവും. സേവ് ചെയ്യാം. ഒരു PDF ആയിട്ട് അത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതാണ് പ്ലോട്ട് ഓപ്ഷൻ. ഇതെവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പഠിപ്പിച്ചതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്യാം. ബാക്കി വീഡിയോസും വരുന്നതായിരിക്കും. കണ്ടോ, അത് PDF ആയിട്ടുണ്ട്. ഈ ഒരു ടാഗോട് കൂടി തന്നെ ആയിരിക്കും വരുന്നത്, കാരണം ഇതൊരു സ്റ്റുഡന്റ് വേർഷനിൽ ചെയ്തത് കൊണ്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം. കീപ് വാച്ചിങ്. താങ്ക് യു.